ഇതാ വേദപുസ്തകം പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അതെ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ചില അനുഗ്രഹങ്ങൾ ചോദിക്കുക, തക്ക സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ലോകത്തിന് നാനാഭാഗത്തിരുന്നുകൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് നിമിത്തമായി അനേകർക്ക് ആശ്വാസം ലഭിച്ചു, അനുഗ്രഹമുണ്ടായി എന്ന് കേട്ടതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെ, യൂട്യൂബ് ചാനലിലൂടെ, മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സഹോദരങ്ങളെ, ഞങ്ങളുടെ സന്ദേശം നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക്, സ്നേഹിതർക്കും കൂടെ ഈ സന്ദേശം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആശ്വാസം പ്രാപിച്ചതുപോലെ, അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ഇന്നത്തെ ശുശ്രൂഷ നിമിത്തമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ്. എനിക്ക് എവിടുന്ന് ഒരു സമാധാനം ലഭിക്കും, എനിക്ക് എവിടുന്ന് ഒരു സന്തോഷം ലഭിക്കുമെന്നുള്ള ആ വലിയ ഭാരത്തോടുകൂടെ TV ചാനൽ മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ യാദൃശ്ചികമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഏറ്റവും ആശ്വാസം പ്രാപിക്കാനായിട്ട് പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങൾ ആയിരിക്കുക. കുടുംബമായിട്ട് ഈ സന്ദേശം കേൾക്കുന്നവരൊക്കെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതിൽ ഭാഗവാക്കുകളായി മാറുക. ഒരിക്കൽ കൂടെ ഏവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ജീവിത ലക്ഷ്യത്തെപ്പറ്റി സ്വപ്നം കാണുക. സഹോദരങ്ങളെ, ജീവിത ലക്ഷ്യത്തെപ്പറ്റി നമുക്കൊരു സ്വപ്നമുണ്ടായിരിക്കട്ടെ. സ്വപ്നമുണ്ടെങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യത്തിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാനായിട്ട് കഴിയുകയുള്ളൂ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചാട്ടെ. ഒരു മഹത്തായ ലക്ഷ്യം ഒരുവന്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതാണ്. വീണ്ടും പറയുന്നു, ഒരു മഹത്തായ ലക്ഷ്യം ഒരുവന്റെ ജീവിതത്തിന് അർത്ഥം നൽകുകയും അത് അനേകർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും, മദർ തെരേസയ്ക്ക് ഒരു സുഖ സൗകര്യമുള്ള ജീവിതം കൽക്കട്ടയിലെ ലൊറാറ്റ കോൺവെന്റിൽ ഉണ്ടായിരുന്നു. വളരെ സുഖകരമായിട്ട് മദർ തെരേസ ആ കോൺവെന്റിൽ കഴിഞ്ഞു വന്നിരുന്ന സമയം, തെരേസ തൻ്റെ ജീവിതം അങ്ങനെ സന്തോഷപൂർണമായിട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ റൂമിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാ വൃത്തികേടും നിറഞ്ഞ ചേരി പ്രദേശം കാണുമ്പോൾ അവൾ വളരെയേറെ അസ്വസ്ഥതയായി തീർന്നിട്ടുണ്ടായിരുന്നു. ആ സമാധാന അന്തരീക്ഷത്തിൽ അവൾ പാർക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും ജനാലയിലൂടെ നോക്കുമ്പോൾ താൻ വളരെയേറെ ദുഃഖിതയായി മാറി. ചേരി പ്രദേശം കാണുമ്പോൾ അവൾ വളരെയേറെ അസ്വസ്ഥതപ്പെട്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ ഡാർജിലിംഗിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിൽ തൻ്റെ സുഖസമൃദ്ധമായ കോൺവെന്റിലെ ജീവിതം വിട്ടുകളയുവാനും പാവങ്ങൾക്കും
അവശർക്കുമായിട്ട് സേവനമനുഷ്ഠിക്കുവാനും ഒരു വലിയൊരു ദൈവവിളി തനിക്ക് ലഭിക്കുകയാണ്. താനിങ്ങനെ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് സുഖകരമായ തൻ്റെ ജീവിതം മാറ്റിവെച്ചതിന് ശേഷം സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, ഭാരപ്പെടുന്ന, കണ്ണുനീരിലായിരിക്കുന്ന ജനത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി വലിയൊരു ദൈവവിളി തനിക്ക് ലഭിക്കുകയാണ്. എന്നാൽ അതിനുള്ള അനുമതി വത്തിക്കാനിൽ നിന്നും ലഭിക്കുവാൻ 2 വർഷം പിന്നെയും കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം 3 മാസത്തെ നഴ്സിംഗ് പരിശീലനം കഴിഞ്ഞ് കൽക്കട്ടയിലേക്ക് മദർ തെരേസ മടങ്ങി വരികയാണ്. അങ്ങനെ ഓടയിൽ കിടന്ന അത്യാഹിതനെ ആദ്യമായിട്ട് അവര് പൊക്കിയെടുത്തു. ആ വ്യക്തി ജീവിതത്തിന് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്തു. അങ്ങനെ അവളുടെ ത്യാഗപൂർണ സേവനം കണ്ട് പ്രേരിക്കപ്പെട്ട് അല്ലെങ്കിൽ അതില് ആകൃഷ്ടരായി തീർന്നതിന് ശേഷം ചില വ്യക്തി ജീവിതങ്ങൾ അവരോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഒരു പ്രവർത്തനം താനിലൂടെ ഉണ്ടാകുവാനിടയായി തീർന്നു. ശ്രദ്ധിച്ചാട്ടെ, എല്ലാവർക്കും ഇത്തരം ശക്തമായ ദൈവവിളി ഉണ്ടാകണമെന്നില്ല. സഹോദരങ്ങളെ, ഇതുപോലുള്ള വലിയൊരു ദൈവവിളി എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഇതിന് സമാനമായിട്ടുള്ള ദൈവത്തിൻ്റെ കോളിങ്ങിന് വേണ്ടിയിട്ട് പല മേഖലയിൽ എനിക്കും കൂടെ പ്രയോജനപ്പെടണമെന്ന് ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ചില വഴികൾ സ്വർഗസ്ഥനായ ദൈവം തുറന്ന് നൽകിത്തരാനായിട്ട് പോകുകയാണ്. എന്താണ് എൻ്റെ ദൈവവിളി എന്ന് ഞാൻ അറിയുന്നത് എങ്ങനെയെന്ന് ഒരിക്കൽ അവരോട് ചോദിച്ചപ്പോൾ മദർ തെരേസ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: നാം നിഷ്കളങ്കരാകുന്നുവെങ്കിൽ ഹൃദയത്തിൻ്റെ അഗാധതയിൽ വ്യക്തമായി നമുക്ക് നമ്മുടെ വിളി എന്തെന്ന് അറിയാം എന്നായിരുന്നു ആ മദർ തെരേസയുടെ മറുപടി എന്ന് പറയുന്നത്. തൻ്റെ ഹൃദയത്തിലെ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ ലോകവ്യാപകമായ ഒരു നല്ല ശുശ്രൂഷ ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട, ആദരിക്കപ്പെട്ട ഒരു വനിതയായി താൻ മാറിയതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വിളി, തിരഞ്ഞെടുപ്പ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരികയില്ല. റോമാലേഖനം 5:5 നോക്കിക്കേ. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇനി 1 യോഹന്നാൻ 3:16, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. അപ്പോൾ തന്നെ എഫേസ്യ ലേഖനം 4:2 നോക്കുക. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. അങ്ങനെ ഉള്ള പദങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി 2 കൊരിന്ത്യർ 6:6 നോക്കുക. ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവഭക്തി എന്നിങ്ങനെയുള്ള പദങ്ങൾ കാണുകയാണ്. ദീർഘക്ഷമ എന്ന പദം കാണുന്നു, ദയ എന്ന പദം കാണുന്നു, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നീ പദങ്ങൾ 2 കൊരിന്ത്യർ 6:6 കാണുകയാണ്. അപ്പോൾ തന്നെ യാക്കോബിന്റെ ലേഖനം 3:17 ശ്രദ്ധിക്കുക. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകത അത് നിർമ്മലമാണ്.
ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകത അത് സമാധാനം കൊണ്ടുവരും. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകത അത് ശാന്തത കൊണ്ടുവരും. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിച്ചു കഴിയുമ്പോൾ അനുസരണമുള്ളതാകും, കരുണ വെളിപ്പെടും, സൽഫലം വെളിപ്പെടും, കപടത ഒന്നുമില്ലാത്ത ഒരു അനുഭവമായിരിക്കും. കൊലോസ്യ ലേഖനം 1:11 ശ്രദ്ധിക്കുക. സകലത സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. അങ്ങനെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. റോമർ 8:25 ശ്രദ്ധിക്കുക. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്ന വചനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എഫേസ്യർ 3:16 അവൻ തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ദൈവത്തിനു മാത്രമേ ശരിയായ ആത്മീയ ബലം പകരുവാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ദൈവത്തിനു മാത്രമേ ശരിക്കുമുള്ള ആത്മീയ ബലം നൽകിത്തരാൻ കഴിയത്തുള്ളൂ. ഇന്ന് ബലമെല്ലാം ചോർന്ന് നഷ്ടപ്പെട്ട് ക്ഷീണ അവസ്ഥയിലായിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഉയരത്തിൽ നിന്നും മാത്രമേ ആത്മീയ ബലം പകർന്നു തരാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ശക്തിയും ബലവും വിശ്വാസികൾക്ക് ഉണ്ടാകണമെന്ന് പൗലോസ് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ബലത്തിൻ്റെയും വിശ്വാസികൾക്ക് ഈ ബലം ഉണ്ടാകണമെന്ന് പലപ്പോഴും പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയാനുള്ള കാരണം, പരീക്ഷകൾ സഹിക്കുന്നതിന് ദീർഘക്ഷമയും സന്തോഷം ഉള്ളവരായി അവർ താമസിക്കുന്ന ചെറിയ പട്ടണത്തിൽ അവർക്ക് ചെയ്യുവാൻ കഴിയുന്ന നല്ല പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിന് മഹത്വം കൊണ്ടുവരേണ്ടതിനും വേണ്ടിയിട്ടാണ് പൗലോസ് വിശ്വാസികളോട് ബലപ്പെടണമെന്ന് പറയാനായിട്ട് കാരണമെന്ന് പറയുന്നത്. അവരേത് പട്ടണത്തിൽ താമസിച്ചാലും, ഏത് ദേശത്ത് താമസിച്ചാലും, ഗ്രാമങ്ങളിലാകട്ടെ പട്ടണങ്ങളിലാകട്ടെ, എവിടെ താമസിച്ചാലും വിശ്വാസികൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല പ്രവർത്തികൾ ചെയ്ത് ദൈവത്തിനു മഹത്വം കൊണ്ടുവരണം. അതാണ് പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ, ദേശത്ത്, നിങ്ങൾ അധിവസിക്കുന്ന രാജ്യത്ത് ദൈവ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ നല്ല നല്ല പ്രവർത്തികൾ നിമിത്തമായിട്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് മാറണം. നിങ്ങളുടെ നല്ല നല്ല പ്രവർത്തികൾ നിമിത്തമായിട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. നിങ്ങളുടെ നല്ല നല്ല പ്രവർത്തികൾ നിമിത്തമായിട്ട് ദൈവത്തിൻ്റെ നാമം സകല ഇടങ്ങളിലും പരക്കുവാനിടയായി തീരണം. 7-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടുമെന്ന വചനം നമ്മൾ വായിക്കുകയാണ്. ആത്മീയമായ പുതു ജനനത്താൽ നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നെങ്കിൽ മാത്രമേ ദൈവത്തോടുകൂടെ അവകാശത്തിനായിട്ട് നാം യോഗ്യരായി മാറുകയുള്ളൂ. ദൈവമായിട്ട് അവകാശത്തിന് നമ്മൾ എങ്ങനെയാണ് യോഗ്യരായി മാറുന്നത്? നാം അവൻ്റെ മക്കളാകണം, നാം അവകാശികളായി മാറണം. യോഹന്നാൻ 1:12-13 വചനങ്ങളൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 13-ാമത്തെ വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ മനസ്സിലാക്കുക, അധികാരം എങ്ങനെയാണ് ലഭിക്കുന്നത്? ദൈവത്തെ കൈക്കൊള്ളുമ്പോൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ അധികാരം ലഭിച്ചിരിക്കെ, നിങ്ങൾ അവനെ കൈക്കൊള്ളുന്ന സമയം മുതൽ നിങ്ങൾ കർത്താവിൽ നിന്നുള്ള നന്മകൾ പ്രാപിക്കുവാൻ എല്ലാം യോഗ്യരായി മാറുകയാണ്.
ഇനി ക്ഷമ എന്ന വിഷയത്തെ പറ്റി പറയാനായിട്ട് പോവുകയാണ്. എന്താണ് ക്ഷമ? എഴുതിയെടുത്താട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിനകത്ത് ഈ പറയപ്പെടുന്ന പോയിന്റുകളൊക്കെ എഴുതി വയ്ക്കാം. പുതിയ നിയമത്തിൽ ക്ഷമ എന്നതിൻ്റെ മൂലപദത്തിന് അവസരം കൊടുക്കാതെ ഇരിക്കുക, വീണ്ടും വിചാരം കൂടാതെ ഒന്നും പ്രവർത്തിക്കാതെ ഇരിക്കുക എന്ന അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. ഒരുത്തൻ ചെയ്ത കുറ്റത്തെ ദീർഘകാലത്തേക്ക് കരുണയോട് കൂടി മാത്രം വീക്ഷിക്കുക എന്നിങ്ങനെ അർത്ഥമുണ്ട്. ക്ഷമ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ഒരുത്തൻ ചെയ്ത കുറ്റത്തെ ദീർഘകാലത്തേക്ക് കരുണയോടുകൂടി മാത്രം വീക്ഷിക്കുക. ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതും ഈ പറയപ്പെട്ട കാര്യങ്ങൾ എല്ലാം അലിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഇതും ഒന്നാണ്. അവൻ ക്ഷമയുള്ളവനായതുകൊണ്ട് നാം മാനസാന്തരപ്പെടുന്നതിന് സമയം അനുവദിച്ചിരിക്കുന്നു. അവൻ ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ ഈ ക്ഷമയെന്ന ഘടകം അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കൊണ്ട് ഒരുവൻ മാനസാന്തരപ്പെടുന്നതിന് ദീർഘമായിട്ടവൻ കാത്തിരിക്കുന്നു, ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. അത് യേശു കർത്താവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. എന്താ? ദീർഘക്ഷമ. അവൻ ക്ഷമയുള്ളവനായതുകൊണ്ട് നാം മാനസാന്തരപ്പെടുന്നതിന് സമയം ദീർഘമായിട്ട് അനുവദിച്ചിരിക്കുന്നു. യേശു കർത്താവിൻ്റെ ലക്ഷണങ്ങളിൽ സ്വഭാവ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. ആയതിനാൽ ദൈവമക്കൾക്ക് ക്ഷമ, അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർക്ക് ക്ഷമ ഏറ്റവും ആവശ്യമായിരിക്കുകയാണ്. ഒരു ദൈവ പൈതൽ ക്ഷമയുള്ളവൻ ആകയാൽ അവൻ പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനം പ്രാപിക്കുക നിമിത്തം ക്രിസ്തീയ ജീവിതത്തിൽ മുതിർന്നവൻ ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്. എപ്പോഴാണ് ഒരാൾ ക്രിസ്തീയ ജീവിതത്തിൽ മെച്ചുറായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമ ഉള്ളവനായിട്ട് തീരുന്ന സമയത്ത്. എപ്പോഴാണ് ഒരു മകൾ ക്രിസ്തീയ ജീവിതത്തിൽ മുതിർന്നവനായി മാറുന്നത്? ഈ ക്ഷമയുടെ അനുഭവം പ്രാപിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ക്ഷമയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ, സഹിക്കാനുള്ള കൃപ പ്രാപിച്ചു കഴിയുമ്പോൾ, സ്നേഹിക്കാനുള്ള കരുതാനുള്ള കൃപ പ്രാപിച്ചു കഴിയുമ്പോൾ ഒരുവൻ ക്രിസ്തീയ ജീവിതത്തിൽ മെച്ചുറായി തീർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ മെച്യൂരിറ്റിയിലേക്ക് വന്നിട്ടുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ മുതിർന്നവരായി മാറിയിട്ടുണ്ടോ? അതോ ഇപ്പോഴും ശിശുക്കളായി നിലനിൽക്കുകയാണോ? ഞാൻ നിങ്ങളോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മെച്യൂരിറ്റിയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ക്ഷമ, സമാധാനം, ദീർഘക്ഷമ, സന്തോഷം, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 26:3 നോക്കുക. വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവൻ ആകയാൽ ഞാൻ ഭാഗ്യവാനെന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. എഫേസ്യ ലേഖനം 4:2 ശ്രദ്ധിച്ച്, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. വചനം പറയുന്നു പൂർണ്ണ വിനയത്തോടെ. തീർന്നല്ല, സൗമ്യതയോടുകൂടെ, ദീർഘക്ഷമയോടുകൂടെ, സ്നേഹത്തിൽ അന്യോന്യം പുറത്തുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിലൂടെ അറിയിക്കുകയാണ്. അപ്പോൾ പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമ, ഇതൊക്കെ വെളിപ്പെടുമ്പോൾ സ്നേഹത്തിൽ നടക്കാൻ, പൊറുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുകയാണ്. യാക്കോബിന്റെ ലേഖനം 5:7 നോക്കുക. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. തീർന്നില്ല, കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമ്പോഴും ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ യാത്ര ചെയ്യണം? ദീർഘക്ഷമ, സഹോദരന്മാരെ എന്ന് അതിസംബോധന ചെയ്തുകൊണ്ടാണ്.
കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടുകൂടെ ആയിരിക്കണം. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാസങ്ങളായിട്ട് കൃഷിക്കാരൻ ഫലം അനുഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. അങ്ങനെ കാത്തിരിക്കുമ്പോൾ മുൻമഴയ്ക്കായിട്ട് കാത്തിരിക്കുന്നു, പിന്മഴയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. അത് കിട്ടുമ്പോഴും ദീർഘക്ഷമയോടുകൂടെ ആയിരിക്കുന്നു. പലരോടും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദീർഘക്ഷമ വെളിപ്പെടാത്ത നിമിത്തമായിട്ട്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർത്ത നിമിത്തമായിട്ട്, എടുത്തു ചാടി പല കാര്യങ്ങൾ പുറപ്പെട്ട നിമിത്തമായിട്ട് പലരും ഇന്ന് പരാജയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘക്ഷമ കാണിക്കാത്തതിനാൽ, ഒരു ക്ഷമയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതിരുന്നതിനാൽ, സ്നേഹം പ്രകടിപ്പിക്കാതിരുന്നതിനാൽ, അതേ സൗമ്യതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാതിരുന്നതിനാൽ പലരും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ പലരും വേണ്ടവണ്ണം ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, വേണ്ടവണ്ണം അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ ആയിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മ ഇടപെടുന്നു. കർത്താവിൻ്റെ സമയം ആകുന്നത് വരെ കൃഷിക്കാരൻ എങ്ങനെയാണോ ക്ഷമയോടുകൂടെ ഫലം അനുഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്, അതുപോലെ കാത്തിരിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് പകലിൽ നിങ്ങൾക്ക് സമാധാന അന്തരീക്ഷത്തിൽ ഒരു വലിയൊരു വിജയം സ്വർഗസ്ഥനായ കർത്താവ് ഒരുക്കാനായിട്ട് പോകുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നെ വിളിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ഞാൻ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാൻ നിമിത്തമായിട്ട്, ഞാൻ എടുത്തുചാടി പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട നിമിത്തമായിട്ട് ഏകദേശം 6.5 കോടി രൂപയുടെ ബാധ്യതയിൽ ഞാൻ അകപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചാട്ടെ. കാര്യങ്ങൾ വേണ്ടവണ്ണം ആലോചിക്കാതെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ദീർഘക്ഷമയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ പെട്ടെന്ന് തീരുമാനമെടുത്ത് പല കാര്യങ്ങൾ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്തു. കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയിൽ അകപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റു വഴിയൊന്നും കാണുന്നില്ല. സാമ്പത്തികമായിട്ട് വളരെ തകർന്നിരിക്കുകയാണ്. കടക്കാരെന്നോട് വന്ന് വളരെ മോശമായിട്ട് ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്കൊരു വില ലഭിക്കുന്നില്ല. ഞാൻ ദീർഘക്ഷമ കാണിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അനുഗ്രഹിക്കപ്പെടാമായിരുന്നു. എന്നാൽ പെട്ടെന്ന് എടുത്തു ചാടി ഞാൻ കാര്യങ്ങൾ ചെയ്ത നിമിത്തമായിട്ട് ഞാൻ പരാജയത്തിൽ അകപ്പെട്ടിരിക്കുന്നു. സ്വസ്ഥതയില്ല. വീട്ടിൽ വന്നാൽ എനിക്ക് സമാധാനം ലഭിക്കുന്നില്ല. കടക്കാർ മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കാനിടയായി. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കാൻ കഴിയാതെ നിമിത്തമായിട്ട്, അതങ്ങനെ ചെയ്യാൻ കഴിയാതെ മുൻപോട്ട് പോയ നിമിത്തമായിട്ട് ഇന്നും ദുരിതത്തിലായിരിക്കുന്നവര് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക. ജീവിതത്തിന്റെ നാനാ മേഖലകളിലും വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവര് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല നിലയിൽ ഉയർന്നു വരുവാൻ ആഗ്രഹിച്ചു. പക്ഷേ എല്ലാ മേഖലയും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മ ഇടപെടുന്നു. ഇന്നത്തെ എപ്പിസോഡിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് ചിലത് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാനുണ്ട്. നിങ്ങളുടെ നീറുന്ന വിഷയത്തിന് ദൈവത്തിന് പ്രവർത്തിപ്പാനുണ്ടെന്ന് ശക്തമായിട്ട് ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ദേശം പെരുമൺ ദുരന്തം നടന്ന സ്ഥലമാണ്. 1988 ജൂലൈ 8 കൊല്ലം ജില്ലയിലെ പെരിനാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞുണ്ടായ വൻ അപകടമാണ് പെരുമൺ ദുരന്തം. അപകടത്തിൽ 105 പേർ മരണപ്പെടുകയും 2000-ൽ അധികം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ദേശത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. 1977 ഏപ്രിൽ 2 മിഷിഗണിന്റെ വടക്കു ഭാഗത്തുള്ള ആകാശം കറുത്ത് ഇരുളുകയും വലിയ ഇടിയും വലിയ ഹിമതാപവും ഉണ്ടാവുമെന്ന് ഹിഡൻ ചിന്തിച്ചു. ആ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ അവൻ അവന്റെ ചിന്ത വ്യത്യാസപ്പെടുത്തി.
അതിനാൽ പ്രാണരക്ഷാർത്ഥം അവൻ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്ക് ഓടി. എന്നാൽ 5 നിമിഷങ്ങൾക്കുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ചുഴലിക്കാറ്റ് കെട്ടിടത്തെ 1000 കഷ്ണങ്ങളാക്കി തകർത്ത് 4 പാടും ചിന്നിച്ചിതറിച്ചു കളഞ്ഞു. ചില നിമിഷങ്ങൾക്ക് ശേഷം മിസ്റ്റർ ഹിഡൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് വിസ്മയം തോന്നി. തന്റെ ഭൗതിക സമ്പാദ്യങ്ങളെല്ലാം നാശമായി. എന്നാൽ തന്റെ കുടുംബം രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപകളെ അനുസരിച്ച് അവൻ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രത്യേക കാര്യങ്ങളെ ഓർത്ത് ഹെഡൻ പലപ്പോഴും പറയുമായിരുന്നു, നമുക്ക് ലഭിക്കുന്ന സകലതിനും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതീവ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്കായിട്ട് പ്രത്യേകം ഈ നേരത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിന്റെ ദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ദുരന്ത നിമിത്തം കണ്ണുനീരിൽ കഴിയുന്ന ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും, എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദിവ്യ സമാധാനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവം അയക്കണമേ. ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ ഞങ്ങളുടെ ദേശത്തുണ്ടാകുവാൻ അങ്ങ് അനുവദിക്കല്ലെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കേണ്ടതിന്, ദിവ്യ സമാധാനത്താൽ അങ്ങ് ആശ്വസിപ്പിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആർക്കാണ് തൊണ്ടയുടെ ഭാഗത്ത് ക്യാൻസർ വന്ന് കഷ്ടപ്പെടുന്നത്, യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ ഈ സമയത്ത് ഉണ്ടായി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ശ്വാസകോശ സംബന്ധമായി കഷ്ടപ്പെടുന്നവർ ആരാണ്, യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ നടക്കട്ടെ എന്ന് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് ശമ്പളമില്ലാതെ ഞെരുക്കം അനുഭവിക്കുന്നവർ ആരാണ്? 5-6 മാസമായിട്ട് നിങ്ങൾ വളരെയേറെ സാമ്പത്തികം ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, 2 ആഴ്ചകൾക്കുള്ളിൽ ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുകയാണ്. ഈ ആലോചന ആരാണോ റിസീവ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ദൈവം അത്ഭുതത്തെ ചെയ്യാൻ പോകുന്നു. ആരാണ് കടുത്ത സാമ്പത്തിക ബാധ്യതയായിട്ട് ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, ഇത് നിങ്ങളുടെ വിടുതലിന്റെ സമയങ്ങളാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ ജനത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാന അന്തരീക്ഷത്തിൽ അങ്ങ് കാക്കുമാറാകണമേ, വിടുതലങ്ങ് അയക്കുമാറാകണമേ, എല്ലാവരെയും ദൈവ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരെയും അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ ആശ്വാസകരമായി തീർന്നു എന്ന് വിശ്വസിക്കട്ടെ. ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും കൂടെ അറിയിക്കപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതന്റെ ചെറുകൻ മറവിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.